പരിപാടിയിൽ അനുഗ്രഹ ഭാഷണം നടത്തുന്നത് ബഹുമാന്യരായ സയ്യിദ് ഹാഷിം അലവി തങ്ങൾ കൊരിങ്കില മഹാനവറുകളാണ്. സുദീർഘകാലം ദീനി ഖിദ്മത്ത് നടത്തുകയും ഇപ്പോൾ ശാരീരികമായ പ്രയാസങ്ങൾക്കിടയിലും ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഷെയ്ഖുനൽ മർഹൂം താജുൽ ഉലമ അവറുകളോടുള്ള സംഘത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേരുകയും ചെയ്ത ബഹുമാന്യരായ സയ്യിദ് ഹാഷിം അലവി തങ്ങളെ അനുഗ്രഹ ഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ബഹുവന്യരായ നമ്മുടെ ഈ പരിപാടിയിൽ സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹാന്മാരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, അതുപോലെ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, മുത്തഅല്ലിമുകളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഹത്തായ ഈ വേദിയിൽ പങ്കെടുക്കുവാൻ ഒരവസരം തന്ന സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഫമറ. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിക്ക് വേണ്ടി, ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകൾ, ഒരുപാട് പണ്ഡിതന്മാർ, ഉമറാക്കൾ എല്ലാം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഓടി നടന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പരിശ്രമത്തിൻ്റെ ആശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടും സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ ഉത്തമമായ മാതൃകയിൽ അലഞ്ചലമായി നിന്നുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ഉന്നതമായൊരു മാതൃകകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച, സത്യം ആരുടെ മുമ്പിലും മുഖം നോക്കാതെ പറയാൻ ധൈര്യം കാണിച്ച നമ്മുടെ പൂർവികരായ മഹാന്മാരായ പണ്ഡിതന്മാർ, നമുക്കറിയാം. നമ്മുടെ ഈ സംഘടനയുടെ മുഖ്യ ശില്പിയും നമ്മുടെയൊക്കെ ഉസ്താദുമാരുടെ ഉസ്താദുമായ ഷെയ്ഖുനുൽ മർഹൂം കെ സ്വതക്കത്തുള്ള മൗലവി ഉസ്താദ് അവറുകൾ, മഹാനവറുകളുടെ ശിഷ്യന്മാരുമെല്ലാം അവരുടെ തലമുറകളായി വന്ന ശിഷ്യന്മാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വിജയത്തിനും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജീവിതകാലത്തിൻ്റെ അതിൻ്റെ സംഘടനയുടെ രൂപീകരണ കാലം മുതൽ മഹാനായ ഷെയ്ഖുന അവിടെ നിന്ന് സമസ്തയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരുന്നവരേക്കും യഥാർത്ഥമായ ദീനിൻ്റെ ഹക്കിൻ്റെ പേരിലാണ് അവിടെ നിന്ന് സമസ്തയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നത്. സത്യം ആരുടെ മുമ്പിലും ഭയപ്പെടാതെ പറയാനുള്ള ഷെയ്ഖുനായുടെ ആത്മധൈര്യം, ഹക്കിനോടുള്ള പ്രതിബദ്ധത, അതിൻ്റെ കാരണമായിട്ട് ഷെയ്ഖുന അവറുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ആരെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ നിന്ന് സമസ്തയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത്. ആ ഷെയ്ഖുനായുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമെല്ലാം അടങ്ങിയ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംഘടിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, മതപരമായ സ്ഥാപനങ്ങൾ, ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ ഉസ്താദുമാരൊക്കെ പലരും, ഭൂരിപക്ഷം പേരും ഷെയ്ഖുനായുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ
അല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരുടെ സരണിയിൽ വരുന്നവരോ ആയിരിക്കും ഷെയ്ഖുന. അങ്ങനെയുള്ള മഹത്തായ ഒരു ശൃംഖലയിൽ അംഗമാകുവാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഷെയ്ഖുന നമുക്ക് കാണിച്ചു തന്ന ആ ഉന്നതമായ പാതയെ പരിപൂർണമായി പിന്തുടരുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖുനായുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ് പ്രിയങ്കരനായ മഞ്ചേരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹാനവറുകൾക്കാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മഹാനവറുകളുടെ ഒരു എളിയൊരു ശിഷ്യനാകുവാൻ സാധിച്ചതിലൂടെ ഷെയ്ഖുനായുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഷെയ്ഖുനായുടെ അവിടുത്തെ കാൽപ്പാടുകളെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കുന്ന, അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ജീവിതകാലം മുഴുവനും ജീവിക്കുവാനും ഹക്കിൻ്റെ മേൽ നിലകൊള്ളുവാനും സർവശക്തനായ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സംഘടന, ഈ മഹത്തായ സംഘടിതമായ രൂപത്തിന്, ഈ സംഘടനയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ നമുക്ക് വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും ആരെയും ഭയപ്പെടാതെ യഥാർത്ഥമായ ദീനിൻ്റെ അവകാശികളായി പ്രവർത്തിക്കാനും അതിലായി ജീവിക്കുവാനും അവസാനം ആഖിബത്ത് നന്നായി മരിക്കുവാനുള്ള തൗഫീഖ് ജീവിതകാലത്തിൽ നമുക്ക് മാതൃകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സമൂഹത്തിന് നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യുവാനും സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ മുഖ്യപ്രഭാഷണം ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കാനുള്ളത് കൊണ്ട് കൂടുതലായി സംസാരിച്ചുകൊണ്ട് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ദൂരദിക്കുകളിൽ നിന്ന് വന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഊർജ്ജസ്വലരായ മഹാൻ വാഗ്മികളായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം സംസാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹ ഭാഷണം നടത്തിയ സയ്യിദ് ഹാഷിം അലവി തങ്ങൾ കൊരിങ്കില തങ്ങളവറുകൾക്ക് സംഘത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.